അങ്ങനെ ഞാൻ എൻ്റെ നിർത്തിയ ജർമ്മൻ പഠനം വീണ്ടും തുടർന്നു. ഞാൻ 2023 ജൂലൈ 7 എക്സാം എഴുതി. ഫസ്റ്റ് എക്സാം ഫുൾ മൊഡ്യൂളാണ് എഴുതുന്നത്. ഫുൾ മൊഡ്യൂൾ എഴുതി റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ ഇരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു, എന്താകുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം ഒരെണ്ണം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. പിന്നെ രണ്ടാമത് 3 മൊഡ്യൂൾ എഴുതി. അപ്പോഴും എനിക്ക് 2 എണ്ണം കിട്ടി. 2 എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി. ഇതെന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. അങ്ങനെ വന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതാൻ പോയി. അവിടെ ചെന്ന് എക്സാം എഴുതി. 3ാമത്തെ പ്രാവശ്യം ഞാൻ തോറ്റു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. മാതാവ് തന്നൊരു അനുഗ്രഹമാണിതെന്ന് ഞാൻ ആ ഒരു നിമിഷം ഓർത്തില്ല. കാരണം എനിക്ക് ഒരിക്കലും അത് എഴുതിയെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിഞ്ഞിട്ട് പോലും 2 എണ്ണം കിട്ടിയതിൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചതും